സരിൻ ഒരു ദിവസം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വക്താവൊന്നും ആവില്ല. കാരണം 8 കൊല്ലക്കാലം കോൺഗ്രസ് ആയിരുന്നു, വലതുപക്ഷത്തിന്റെ വക്താവായിരുന്നു. ആ വക്താവ് ശരിയായ ദിശാബോധത്തോടുകൂടി ഇടതുപക്ഷവുമായി സഹകരിച്ച് മുന്നോട്ടേക്ക് വന്നാൽ സരിൻ അവിടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുത്തായിട്ട് മാറും എന്ന് തന്നെയാണ് അതിന്റെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തിട്ട് ഞാൻ പറഞ്ഞത്. അതിന്റെ ഓരോ രൂപമാണ് ഇപ്പോൾ ചേരാനും പറഞ്ഞത്. അതിനെ റോവാക്കാവുന്നത് എങ്ങനെയാണ്? ചെറിയ കുട്ടിയാ മറ്റാണോ പിടിച്ച് നടത്തിക്കൊണ്ടുപോകാൻ? നിങ്ങളല്ലേ പാർട്ടി കേഡർമാരെ പറ്റി മനസ്സിലാക്കിയ രീതി തെറ്റാ. നിങ്ങൾക്കൊന്നും ഈ അനുഭവമില്ല. വെറുതെ വർദ്ധനം വേണ്ടുന്ന കാര്യം. 10, 50, 60 വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള EPA പോലുള്ള ആളുകളെ കൈപിടിച്ചിട്ട് ഇങ്ങനെയാണ് നീ ആളെ പോയി പ്രസംഗിക്കുന്നത്, നീ ഇവിടെ പോയി ഇന്ന് പറയുന്നത് അങ്ങനെ ഇരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളെല്ലാം ഈ വാർത്താ ശൃംഖലയിൽ ഇടപെട്ട് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്കുള്ള ഗൗരവം വേണം കേട്ടാ. ഗൗരവം ഉണ്ടാവണം. ആ ഗൗരവം നിങ്ങൾ ഓരോ ദിവസം കഴിയുന്നതോറും കുറച്ച് കൊണ്ടുപോകുന്നു, നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വിശ്വാസത തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം. അത് ഞാൻ നമ്മളോട് സൗഹൃദത്തിന്റെ ഭാഗമായിട്ട് തുറന്നു പറഞ്ഞു മാത്രമേ ഉള്ളൂ. എല്ലാവരും തുറന്നു പറയേണ്ട കാര്യമില്ല. ഞാൻ തുറന്നു പറയാം നിങ്ങളോട്. പിന്നെന്താ തീർച്ചയായിട്ടും വന്നാൽ ഒരു സംശയമില്ല. ഞങ്ങൾക്ക് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ. 3ാം സ്ഥാനത്തില്ല, അപ്പുറം സ്ഥാനമില്ല. ഉണ്ടാ ഇല്ല. ഇപ്പൊ തന്നെ BJP 3ാം സ്ഥാനത്ത് എത്തി. അതിന് അർത്ഥം എന്നാ? മിനിമം അർത്ഥം പറ. ഇപ്പൊ 3 ആളാണ് പ്രധാനമായിട്ട് മത്സരത്തിൽ. BJP ഇപ്പോഴും തന്നെ 3ാം സ്ഥാനത്താണുള്ളത്. അതിന്റെ അർത്ഥം എന്നാ? അത് പറയാൻ പോലും നിങ്ങൾക്ക് ധൈര്യമില്ല. അതിന്റെ അർത്ഥം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ UDFുമാണ് അവിടെ 1ഉം 2ഉം സ്ഥാനത്തുള്ളത് എന്നാണ്. അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാനുള്ള നല്ല സാധ്യതയാണ് പാലക്കാട് മണ്ഡലത്തിലുള്ളത്. നല്ല പൊരുതി മത്സരരംഗത്ത് മാത്രമല്ല, ആരോ പറയപ്പെടുന്നു എന്നെല്ലാം പറഞ്ഞില്ല. വാർത്താ ശീലാണ്. അവിടെ നിന്ന് പറയപ്പെടുന്നു. ഇത് എത്ര കൊല്ലം നമ്മൾ കേൾക്കുന്നു. അങ്ങനെ ഒരു നേതാക്കളും പറയുന്നില്ല കേട്ടാ. ഞാനിപ്പോഴും പാലക്കാടേക്ക് പോവാണ്. നേതാക്കൾ പറയുന്നു. നിങ്ങളിങ്ങനെ ഓരോ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി ഓരോന്നോരോന്നും മെനഞ്ഞുണ്ടാക്കുകയാണ്. അവിടെ പാലക്കാട് പാർട്ടി അതീവ ജാഗ്രതയോടുകൂടി ആവേശത്തോടുകൂടി LDF ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ റിസൾട്ട് അവിടെ ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതല്ല ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരാളോട് സംസാരിക്കണ്ടെന്നൊക്കെ പാർട്ടി പറയോ? അത് ഞാനോട് ചോദിച്ചാൽ മതി. എന്താ പറയുക? അതിന് പാർട്ടി നിർദ്ദേശമൊന്നുമില്ല, ആർക്കുമില്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞാൽ സംസ്ഥാന സെക്രട്ടറി പത്രസമ്മേളനം പറയുക, പത്രസമ്മേളനത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ പാർട്ടി സംഘടനാ രീതി. ഇല്ല, പെട്ടി വിവാദത്തിൽ അവിടെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും ഉപേക്ഷിക്കുന്ന പ്രശ്നമൊന്നുമില്ല. വലിയ രീതിയിലാണ് നടക്കണല്ലോ. പോലീസിന്റെ ഭാഗത്തല്ലേ നടക്കണ്ടത്. DGPക്ക് കൊടുത്ത പെറ്റീഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പോലീസ് ആ അന്വേഷണം നടത്തി തന്നെ പോകണം. പിന്നെന്താ അന്വേഷണം നടന്നിട്ട് നിങ്ങൾ എപ്പാ നടന്നില്ല പറഞ്ഞേ? അല്ല, എപ്പാ നടന്നില്ല എന്ന് എപ്പാ പറഞ്ഞു? അല്ല, നിങ്ങളോട് എപ്പായി നടത്തില്ല എന്ന് പറഞ്ഞത് പോലീസ്? തെരഞ്ഞെടുപ്പ് അട്ടിമറി ചെയ്തുകൊണ്ടൊന്നും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുന്നില്ല. അത് നിങ്ങൾ വിചാരിക്കണം. അത് നിങ്ങളെ വിചാരിക്കുന്ന നിങ്ങളുടെ മനസ്സിലുള്ള പോയിന്റ് അത്. അയാൾ നേരത്തെ പറഞ്ഞ ഈ പ്രതിരോധം എന്ന് പറഞ്ഞു. അതുപോലെ അട്ടിമറിക്കുക. ഇരട്ട വോട്ടുണ്ട് അവിടെ. BJPക്കും കോൺഗ്രസിനും ജയിക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചിട്ട് അവർ ഇല്ലാത്ത വീട്ടിൽ, ഏതെങ്കിലും വീട്ടിൽ വിവിധ മേഖലയിൽ നിന്ന് നൂറുകണക്കിന് ആളുകളെ വോട്ട് ചേർത്തിട്ടുണ്ട്. അതിപ്പോൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. അത് കോൺഗ്രസും ഉണ്ട്, BJP ഉണ്ട്. ഞാൻ നേരത്തെ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു. അത് മുഴുവൻ പരിശോധിക്കുന്നതിന് നിയമപരമായും അതുപോലെ തന്നെ പോലീസിന്റെയും അന്വേഷണം പോകണം. അതുകൊണ്ടാവണമെന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. ഞങ്ങൾക്കതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ട കാര്യമില്ല. അന്വേഷണം നടത്തട്ടെ. അതെ, ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നതാണ്. അല്ല, എഴുതി കഴിഞ്ഞാലേ അതിന് അനുവാദം കൊടുക്കേണ്ട കാര്യമുള്ളൂ. എന്റെ ജീവിതത്തിൽ എനിക്ക് അത് ചേരാൻ ലഭ്യമായിരിക്കുക. എന്തൊക്കെ എഴുതാൻ
ഒരു 177 150 200 400 500 പേജിലൊന്നും എഴുതാനുള്ളതല്ല പി ജയരാജന്റെ ജീവചരിത്രം. അതിനേക്കാളല്ലാതെ എത്രയോ കൂടുതൽ എഴുതാൻ ജയരാജനുണ്ട്. ആർക്കാ എഴുതാനില്ലാത്തത്? എല്ലാവരും എഴുതാൻ പുറപ്പെട്ടാൽ എത്ര ആയിരക്കണക്കിന് പേജിന് എഴുതാനുള്ള ആത്മകഥ ഉണ്ടാക്കാം. അവിടെ ഈ 177 പേജാണെന്നും പറഞ്ഞിട്ട് നടക്കണ്ട. ഈ 177 പേജിനെയാണല്ലോ നിഷേധിച്ചത്.